നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. മലയാളികൾ പൊതുവെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുവാനായിട്ട്, മൈഗ്രേറ്റ് ചെയ്യാൻ, കുടിയേറാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ മലയാളികൾ ലോകത്തിന് തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല പ്രമുഖ രാജ്യങ്ങൾ UK, കാനഡ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ജർമ്മനി, US പോലെയുള്ള രാജ്യങ്ങളായിരുന്നെങ്കിൽ UK-ലെയും കാനഡയിലെയും അല്ലെങ്കിൽ US-ലെയും ഒക്കെ അവസരങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട്, ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അവശേഷിക്കുന്ന പ്രമുഖ രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓസ്ട്രേലിയയിലൊക്കെ ചില പ്രൊട്ടസ്റ്റുകൾ, കുടിയേറ്റത്തിനെതിരെയൊക്കെ നടക്കുന്ന വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഇനി ഓസ്ട്രേലിയയിൽ അവസരങ്ങൾ നമ്മൾ മലയാളികൾക്ക്, ഇന്ത്യക്കാർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ നേടുവാൻ കഴിയും? എന്തൊക്കെയാണ് അവസരങ്ങൾ? കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു എക്സ്പേർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള മാര ഏജന്റ് മലയാളിയായ വ്യക്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഒട്ടനവധി ആളുകൾക്ക് ഓസ്ട്രേലിയ എന്ന സ്വപ്നത്തിലേക്ക് പോകുവാൻ ഇടയാക്കിയ ഒരു വ്യക്തിയിൽ നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓർക്കുക, ഈ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, ചേഞ്ചസ് ഒക്കെ വരുന്നത് ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ഈ വർഷം അത് അല്പം ഡിലേഡ് ആയെങ്കിലും ചില ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് എന്തൊക്കെയാണ്, അതൊക്കെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, സാധാരണഗതിയിൽ ഈ ഓസ്ട്രേലിയ പോലെയുള്ള അവസരങ്ങൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഹെൽത്ത് പ്രൊഫഷണൽസ്, നേഴ്സുമാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, IT പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറേ കൂടെ സ്കിൽഡ് ആയവർക്ക്, പ്രത്യേകിച്ച് പെയിന്റേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനൊക്കെ ഒത്തിരി അവസരങ്ങൾ വരുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു കൃത്യമായ കാര്യങ്ങൾ ഈ എക്സ്പെർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലെയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓർക്കുക, ഓസ്ട്രേലിയൻ മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള ഹോളിഡേ മേക്കർ വിസ അല്ലെങ്കിൽ മെയ്റ്റ്സ് പോലെയുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ ഈ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ ഈ ഓസ്ട്രേലിയൻ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പെർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ മാത്യൂസ് ഡേവിഡ്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 4-5 വീഡിയോകളിൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്ത ഒരു എക്സ്പെർട്ടാണ് അദ്ദേഹം. ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും ഒക്കെ പ്രവർത്തനങ്ങളുള്ള, വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തനങ്ങളുള്ള അസറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മൈഗ്രേഷൻ കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങളും ഓസ്ട്രേലിയൻ സ്റ്റഡിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന അസറ്റ് മൈഗ്രേഷൻ എന്ന കമ്പനിയുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ്. ഇപ്പം ഓസ്ട്രേലിയയിൽ നിന്നാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. ഓർക്കുക, മുൻപ് നമ്മൾ ഇതേപോലെയുള്ള വീഡിയോകളിലൂടെ ഒട്ടനവധി ആളുകൾക്ക് ഓസ്ട്രേലിയ എന്ന സ്വപ്നത്തിലേക്ക് എത്തുവാൻ സഹായിച്ച ഒരു വ്യക്തിയാണ്. ഇതിലൊക്കെ ഉപരി അദ്ദേഹം ഒരു മാര ഏജന്റാണ്. മാര ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് മൈഗ്രേഷന് വേണ്ടി ഓതറൈസ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ അഡ്വൈസിലൂടെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഓസ്ട്രേലിയൻ അവസരങ്ങൾ എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് മിസ്റ്റർ മാത്യൂസിനെ വെൽക്കം ചെയ്യുന്നു. മാത്യൂസ്, അഗൈൻ വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു, സന്തോഷം. മാത്യൂസ്, നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത്, ഇപ്പം ഓസ്ട്രേലിയയിലും ഈ വംശീയമായിട്ടുള്ള ചില പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ വായിച്ചു. അവിടെ മുതൽ നമുക്ക് ആരംഭിക്കാം, പിന്നീട് ഇപ്പോഴത്തെ അവസരങ്ങളിലേക്കൊക്കെ എത്താം. അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. ഉറപ്പായിട്ടും ഇവിടെ കഴിഞ്ഞ കോവിഡിന് ശേഷം ഒരു വലിയ രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ നടന്നു. കാരണം ആ 2 വർഷം കോവിഡിന് മുമ്പ് നടക്കാത്ത പോപ്പുലേഷനോട് ആ കോവിഡിന് ശേഷം ഓസ്ട്രേലിയക്ക് കടന്നു വന്നു. അങ്ങനെ വന്നപ്പം ഇവിടെ തദ്ദേശീയരായവർക്ക് ഈ ഹൗസിംഗ് എപ്പോഴും ഇവിടെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഹൗസിങ്ങിൻ്റെ ഷോർട്ടേജ് വളരെയധികം വന്നപ്പോൾ ഈ റെൻ്റൊക്കെ വളരെയധികം കൂടി. അപ്പം അതിൻ്റെ ഒരു കാരണം മൈഗ്രേഷൻ ആയിരുന്നു, അത് നിഷേധിക്കാൻ പറ്റുന്നതല്ല. അപ്പം അത്തരത്തിലുള്ള ഒരു സാമൂഹിക പ്രശ്നം ഇവിടെ വന്നപ്പോൾ അവർ മൈഗ്രേഷനെതിരെ തിരിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോൾ UK നടക്കുന്ന ആ ഒരു പ്രശ്നം അത് ഓസ്ട്രേലിയയിലേക്ക് വ്യാപിച്ചു. ഇവിടുത്തെ സാറ് പറഞ്ഞ പോലെ വംശീയപരമായി ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ഒരു വൈറ്റ് സുപ്രീമിസ്റ്റ് പോളിസീസും അതിനെ ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്സും ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ അവരതിന് തീ കൊടുത്തു. അതുകൊണ്ട് വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നു. പക്ഷേ അത് അവർ വിചാരിച്ച പോലൊരു വിജയമാണോ എന്ന് ചോദിച്ചാൽ വിജയമല്ല. പലയിടത്തും വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടില്ല.
കറണ്ട് ഗവൺമെന്റ് അതിനെ തീർച്ചയായിട്ടും നിഷേധിച്ചു. അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. അതിന് നേതൃത്വം നൽകിയ ആളെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അതിനുശേഷം അവർ ഈ 2025-2026 മൈഗ്രേഷൻ പ്രോഗ്രാമും വളരെ നെക്സ്റ്റ് ഡേ തന്നെ അവർ അനൗൺസ് ചെയ്തു. അതിൽ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് വന്നത്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു മൈഗ്രേഷൻ ഇല്ലാതെ ഓസ്ട്രേലിയക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് പോലും കുറയ്ക്കാതെ തന്നെ 2025-2026 അവർ മൈഗ്രേഷൻ പ്രോഗ്രാം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ജൂലൈ എൻഡിലൊക്കെയാണ് അല്ലെ പുതിയ അപ്ഡേഷൻസ് വരുന്നത്. ഈ കൊല്ലം അങ്ങനത്തെയുള്ള അപ്ഡേഷൻസ് ഒക്കെ അല്പം ഡിലേഡ് ഒക്കെ ആയി. എങ്കിൽ പോലും മാത്യൂസ് സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയ എന്ന അവസരം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം UK-യും കാനഡയും ഒക്കെ അത്ര തന്നെ അവസരങ്ങൾ ഇല്ലാത്തപ്പോൾ ഓസ്ട്രേലിയ എന്ന അവസരം ഇപ്പോഴും തുറന്നു കിടക്കുകയാണ് എന്നാണ് മാത്യു സൂചിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഓസ്ട്രേലിയൻ അവസരങ്ങളിലേക്ക് വരാം. നമുക്ക് ആ സ്കിൽഡ് മൈഗ്രേഷൻ അതവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ഈ മറ്റു ചില പ്രോഗ്രാംസ് ഉണ്ടല്ലോ, ഇപ്പൊ മെയ്റ്റ്, ഹോളിഡേ വർക്കർ, അങ്ങനത്തെ ഒക്കെ ഉള്ള പ്രോഗ്രാംസ്, അതിനെ ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് സ്കിൽഡ് മൈഗ്രേഷനിലേക്ക് വരാം. അപ്പൊ ഈ അവസരങ്ങൾ, ഈ ഹോളിഡേ വർക്കർ എന്നുള്ളത് ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ആ അവസരം തീർന്നു എന്ന് തോന്നുന്നു. എന്നാൽ പോലും ആ അവസരം ഇനി ഭാവിയിൽ ഉണ്ടാവുമോ? അതുപോലെ മെയ്റ്റ്സ്, ആ അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം ആദ്യം. ഈ വർക്കിംഗ് ഹോളിഡേ വിസ വർഷത്തിൽ ഒരിക്കലാണ് ഇവർ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ അതൊരു ബാലറ്റ് സിസ്റ്റമാണ്, നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ. അത് ഓൾറെഡി അവർ ക്ലോസ് ചെയ്തു. അവരിനി അടുത്ത വർഷമാണ് തുറക്കും. അതൊരു 3 ആഴ്ചത്തേക്ക് മാത്രം സിസ്റ്റം തുറക്കുകയും അതിനുശേഷം അതിൽ നിന്ന് ബാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അത് എല്ലാ വർഷവും അവരുണ്ടാവും. കണ്ടിന്യൂസ്ലി നമ്മളൊരു എഗ്രിമെന്റിന്റെ ഭാഗം, ഇന്ത്യ, ഓസ്ട്രേലിയ, ചൈന മുതലായ രാജ്യങ്ങളുമായിട്ട് പുതിയതായി ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആണ് അത്. ചൈന, ഇന്ത്യ, വിയറ്റ്നാം 3 രാജ്യങ്ങൾക്കാണ് ഒന്നിച്ച് തുറന്നത്. അവർക്ക് അടുത്ത വർഷവും ഈ ആദ്യ മാസങ്ങളിൽ തന്നെ തുറക്കും. അപ്പോൾ അതിന് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ അവിടെ സാധിക്കും. തന്നെ നമ്മുടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട്, സാധാരണ ഈ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു മിനിമം എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണല്ലോ അല്ലെ? പക്ഷെ ഈ ഹോളിഡേ വിസയ്ക്കൊന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും അത് ഏജ് കാറ്റഗറി മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കണക്കാക്കുന്നത്. ഈ ഒരു വിസ എല്ലാവർക്കും, പല രാജ്യങ്ങൾക്കും ഓസ്ട്രേലിയ വർഷങ്ങളായിട്ട് തുറന്നു കൊടുത്താണ്, എസ്പെഷ്യലി യൂറോപ്യൻ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക്. അവരൊക്കെ അതിൻ്റെ നമ്മുടെ പറയുന്നത് പോലെ തന്നെ വർക്ക് ആൻഡ് ഹോളിഡേ ആണ്. അതൊരു പ്യൂർലി ഒരു വർക്ക് ബേസ്ഡ് വിസയാണെന്ന് ചോദിച്ചാൽ അല്ല. അവർക്ക് വന്ന് ജോലി ചെയ്ത് ഇവിടുത്തെ ഒരു സ്കിൽ ഷോർട്ടേജ് ഉള്ള ചില ഏരിയകളിൽ ആ സ്കിൽ ഷോർട്ടേജ് നികത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ. നമ്മളുടെ ആദ്യമായിട്ട് അന്ന് ചെയ്ത വീഡിയോയിലൊക്കെ കമന്റ് ചെയ്തവരിൽ കുറച്ച് പേർക്കൊക്കെ അത് ഇൻവിറ്റേഷൻ കിട്ടി ഓസ്ട്രേലിയ എത്തുകയുണ്ടായി. അപ്പോൾ അവരെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് വളരെയധികം പേർക്ക് ആ ഇൻവിറ്റേഷൻ കിട്ടുന്നുണ്ട്. അവർ ഓൾറെഡി ഓസ്ട്രേലിയയിൽ വന്നിട്ടുമുണ്ട്. നമ്മുടെ സ്റ്റാഫ് ഉൾപ്പെടെ, നമ്മുടെ തിരുവനന്തപുരത്തെ സ്റ്റാഫ് ഉൾപ്പെടെ പുള്ളിക്കാരന് ഇൻവിറ്റേഷൻ വന്നപ്പോൾ ഓൾറെഡി ഞാനുള്ള സ്ഥലത്ത് തന്നെ ഉണ്ടായി. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഓപ്പൺ ആകാനായിട്ടുള്ള ഒരെണ്ണം മെയ്റ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ? അത് എന്നത്തേനായിരിക്കും? എന്താണ് ആ ഓപ്പർച്യൂണിറ്റി? അതൊന്ന് സൂചിപ്പിക്കാമോ? മെയ്റ്റ്സ് അതും കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ഈ മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റഡ് എയർലി പ്രൊഫഷണൽസ് എന്നുള്ളതാണ്. 403 എന്ന് പറയും. അതൊരു 3000 വിസ എല്ലാ വർഷവും ഇന്ത്യക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജനറലി ഓപ്പൺ ആവുന്നത് നവംബർ-ഡിസംബർ മാസമാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ്. അപ്പോൾ ഈ വർഷവും നവംബർ-ഡിസംബറിൽ തന്നെ അത് ഓപ്പൺ ആകും. അതിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ടോപ്പ് 100 ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ്, നമ്മുടെ ഒരു NIRF എന്ന് പറഞ്ഞ ഇന്ത്യൻ റാങ്കിങ് സിസ്റ്റം ഉണ്ട്. ആ 100 റാങ്കിങ്ങിൽ ഉണ്ടാവുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അതുപോലെ അവരുടെ ക്വാളിഫിക്കേഷൻ ഒരു 7 ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ഉള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. അത് ബാച്ചിലർ എബവ് ആണ് അവർ കൺസിഡർ ചെയ്തുള്ളൂ. ബാച്ചിലർ, മാസ്റ്റർ, PhD അങ്ങനെയുള്ള എല്ലാം ചെയ്യും. റിന്യൂവബിൾ എനർജി, മൈനിങ്, എഞ്ചിനീയറിംഗ്, IT, AI, ഫിനാൻഷ്യൽ ടെക്നോളജി, ഫിൻടെക് എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ ടെക്നോളജി, ഈ ഒരു 7 ഏരിയയിൽ മാത്രമാണ് അവരതിനെ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി the 100 ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം വിത്തിൻ ദ 100. അതിലൊരു ലിസ്റ്റ് എല്ലാ ഗൂഗിൾ അടിച്ചാൽ കിട്ടും. പിന്നെ 7 ഇൻഡസ്ട്രീസിൽ ഒന്നായിരിക്കണം. അതിൽ റീസെന്റ് ആയിട്ട് അതിനെക്കുറിച്ച് നമുക്ക്, എനിക്ക് തോന്നുന്നത് ആ ഒരു വിസയുടെ ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു. അതിൻ്റെ അകത്ത് ഒരു കാര്യം സാർ ഇങ്ങനെ ആഡ് ചെയ്യാനുള്ളത്, കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് വളരെയധികം കുട്ടികൾ ഈ ബാലറ്റിന് അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ അവർ എലിജിബിൾ ആയിരുന്നില്ല. അവർ ജസ്റ്റ് അപ്ലൈ ചെയ്തു. പക്ഷേ ഇത് ബാലറ്റ് റാൻഡം ആയതുകൊണ്ട് അവർക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബാലറ്റ് സിസ്റ്റം ആരെയും സെലക്ട് ചെയ്യും, പക്ഷെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വിസ കിട്ടില്ല. ഒത്തിരിയധികം പേരുടെ പൈസ പോയത് എനിക്കറിയാം. അപ്പോൾ ഈ പലപ്പോഴും ഈ നാട്ടിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, മറ്റേ APJ, അബ്ദുൽ കലാം, എനിക്ക് തോന്നുന്നു ഈ ലിസ്റ്റിനകത്ത് കേരളത്തിലെ എഞ്ചിനീയറിംഗിന്റെ യൂണിവേഴ്സിറ്റിയായ APJ അബ്ദുൽ കലാം ഇല്ലായിരുന്നു. അതായിരുന്നു പ്രശ്നം തോന്നുന്നു അല്ലെ?
പക്ഷെ എനിക്ക് അത് തോന്നുന്നു ഒത്തിരി മറ്റ് പേർക്ക് അങ്ങനെ യൂണിവേഴ്സിറ്റികൾ അല്ലെ, MG, കേരള, അതൊക്കെ എം വരുന്നു. ജി ഉണ്ട്, കേരള ഉണ്ട്, കുസാറ്റ് ഉണ്ട്, NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ഗൈഡൻസിന്റെ പ്രശ്നമാണ്. ഒരുപക്ഷെ പലരും തെറ്റി എഞ്ചിനീയറിംഗ് എന്ന് കണ്ടപ്പോൾ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഇല്ലാഞ്ഞിട്ട് പോലും അവർ അപ്ലൈ ചെയ്തു. അവർക്ക് അപ്ലൈ ചെയ്തു. സെലക്ഷനും കിട്ടി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് വരാനായിട്ട് പറ്റിയില്ല. ഒരു ഓപ്പർച്യൂണിറ്റി വിസ എടുക്കാനായിട്ട്. റെഫ്യൂസ് ആവും അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഓക്കെ ഒത്തിരി പേരുടെ പൈസ അങ്ങനെ പോകേണ്ട വന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഈ ഏർലി പ്രൊഫഷണൽസ്, അതായത് യങ് പ്രൊഫഷണൽസ് ഒക്കെ ഉള്ള 1-2 ഓപ്ഷൻസ് ആണ് ഈ മെയ്റ്റും ഹോളിഡേ മേക്കർ വിസ ഒക്കെ എന്നുണ്ടെങ്കിൽ, തീർച്ചയായും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുള്ള ഒരു വലിയ ഒരു ഓപ്ഷൻ ആണല്ലോ ഈ സ്കിൽഡ് മൈഗ്രേഷൻ. എനിക്ക് തോന്നുന്നു കൂടുതൽ Yes. ആൾക്കാരും ഒരു സ്ഥിരം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതും ഈ ഒരു വിസയിലായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഒരു അല്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് ആദ്യമുള്ളത് ഒന്ന്, ഈ ജൂലൈ ഇപ്പോൾ വന്നിരിക്കുന്ന ചേഞ്ചസ് കാര്യമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? രണ്ട്, ഒരിക്കൽ കൂടി അതിന്റെ എലിജിബിലിറ്റി നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ച എങ്കിൽ പോലും Yes. അതിന്റെ എലിജിബിലിറ്റി ആരായിരിക്കും ഈ സ്കിൽഡ് മൈഗ്രേഷൻ ഒക്കെ എലിജിബിൾ ആവുക? ആ പ്രോസസ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. ഈ സ്കിൽ സ്ട്രീം എന്ന് പറയുന്നതാണ് ഓസ്ട്രേലിയയുടെ ഈ മൈഗ്രേഷൻ്റെ അകത്ത് ഒരു 71% കണക്കാക്കപ്പെടുന്നത്. അപ്പം ഇതിൽ ഈ വർഷം മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ ലേറ്റായി, പക്ഷേ ആ പ്രൊട്ടസ്റ്റിന് ശേഷം മിനിസ്റ്റർ അനൗൺസ് ചെയ്തപ്പോഴും ഈ വർഷവും വലിയ ചേഞ്ചസ് ഒന്നും നമ്പേഴ്സിലുണ്ടായില്ല. സെയിം നമ്പർ അവർ നിലനിർത്തി. അതിൻ്റെ അർത്ഥം അവർക്ക് സ്റ്റിൽ നീഡഡ് എന്നുള്ളതാണ്. ഹവർ കുറേ പോയിന്റ് പഴയ പോലെ ഈസി ആയിട്ട് ഇൻവിറ്റേഷൻ, ഞാൻ കുറേ വീഡിയോകൾ പറയുന്നു, പലരും പോയിന്റ് കുറച്ച് മതി, 65 പോയിന്റ് മതി എലിജിബിലിറ്റിക്ക് പലപ്പോഴും. പക്ഷേ 65 പോയിന്റിൽ അവർ ഇൻവിറ്റേഷൻ കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാസ്തവം. അതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അത്. അപ്പോൾ ഈ വർഷം സ്കിൽ സ്ട്രീമിൽ 1,32,200 അപേക്ഷകളാണ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ അവർ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പല രീതിയിലുള്ള മൈഗ്രേഷൻ പ്രോഗ്രാം വഴിയാണ് അവരെടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഒന്ന് സ്കിൽഡ് മൈഗ്രേഷൻ, അതായത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റോ ഇവിടുത്തെ സ്റ്റേറ്റോ ടെറിട്ടറിയോ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നതും, രണ്ടാമത്തേത് ഇവിടുത്തെ എംപ്ലോയീസിനെ ഇൻവൈറ്റ് ചെയ്യുന്നതുമായ 2 തരം വിസകളാണ്. അതിൽ പല നമ്പറുകളുണ്ട്, പക്ഷേ ബേസിക്കലി ഇത് 2 വിസകളാണ് ഈ സ്കിൽ സ്ട്രീമിൽ വരുന്നത്. ഈ ഓസ്ട്രേലിയക്ക് ഒരു 400ഓളം ഒക്കുപേഷൻ ലിസ്റ്റുകളുണ്ട്. അതായത് ഈ ഓസ്ട്രേലിയയിൽ ജനറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ടേജ് ഉള്ള ഒക്കുപേഷൻ അവർ ലിസ്റ്റായിട്ട് കണക്കാക്കപ്പെടും. ആ കണക്കാക്കുന്ന ഒക്കുപേഷനിൽ ഈ 1,32,000 സീറ്റിൽ നിന്ന് അവർ ഇൻവൈറ്റ് ചെയ്യും. ഈ ഇൻവൈറ്റ് ചെയ്യുന്നതിന് പല മാനദണ്ഡങ്ങളുണ്ട്. അത് ഈ പോയിന്റ് ബേസ്ഡ് ആണ്. അതിന് മുമ്പ് 65 പോയിന്റ് എന്ന് പറഞ്ഞു. ഈ പോയിന്റ് 65 ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടാൻ സാധ്യതയുള്ള നമ്മുടെ ഏജിനാണ്. 25 മുതൽ 32 വയസ്സ് വരെ 30 പോയിന്റ് ഉണ്ട്. അതാണ് ഏറ്റവും ഐഡിയൽ ടൈം. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 7 ഈക്വലൻ്റ് ആണെങ്കിൽ, IELTS 7 ഈക്വലൻ്റ് ആണെങ്കിൽ 10 പോയിന്റ്, 8 ഈക്വലൻ്റ് ആണെങ്കിൽ 20 പോയിന്റ്. ഇനി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ 10 പോയിന്റ്, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ണറിന് അസസ്മെൻറ്റും ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ടെങ്കിൽ ആ പോയിന്റ് കിട്ടും. പിന്നെ ബാച്ചിലർ ഡിഗ്രിക്ക് 15 പോയിന്റ്, PhD ആണെങ്കിൽ 20 പോയിന്റ്. ഇനി എക്സ്പീരിയൻസ് ആണ്. ഇന്ത്യയിൽ നിന്ന് 3 വർഷത്തെ എക്സ്പീരിയൻസ് 5 പോയിന്റ്, 5 വർഷത്തെ എക്സ്പീരിയൻസിന് 10 പോയിന്റ്, 8 വർഷത്തെ എക്സ്പീരിയൻസിന് 15 പോയിന്റ് ഇൻ ലാസ്റ്റ് 10 ഇയേഴ്സ്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 65 പോയിന്റ് വരുവാണെങ്കിൽ നമ്മൾ ഈ ഓസ്ട്രേലിയയുടെ വിസകൾക്ക് എലിജിബിൾ ആവും. ഓക്കെ, അത് എന്നിട്ട് നമ്മൾ എലിജിബിലിറ്റി മാത്രമേ ആകുന്നുള്ളൂ അല്ലെ? എല്ലാവർക്കും മാത്രമേ കിട്ടണമെന്നില്ല. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലോ അല്ലെങ്കിൽ ദുബായിലൊക്കെ ഉള്ള ഒത്തിരി ഏജൻസികൾ നിങ്ങൾക്ക് എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ നിന്ന് പൈസ വളരെയധികം മേടിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷേ ഈ കോവിഡ്, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞ കോവിഡ് സമയത്ത് മാത്രമാണ് ഈ 65 പോയിന്റിന് പലർക്കും ഇൻവിറ്റേഷൻ വന്നത്. ഇനി ആ ഒരു പ്രതിഭാസം ഉണ്ടാവില്ല. എന്ന് സാർ ആദ്യം ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായെന്നുള്ളത്, ഈ 65 പോയിന്റ് മുതലായി ഇൻവിറ്റേഷൻ വന്നിട്ട് വളരെയധികം ആൾക്കാരെ ഇവർ ആ സമയത്ത് എടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത് ടൈറ്റ് ആയപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഒരു ഇൻവിറ്റേഷൻ, 2 ആഴ്ച മുമ്പ് ഒരു ഇൻവിറ്റേഷൻ റൗണ്ട് നടന്നിരുന്നു. അപ്പോൾ സാധാരണ 65 പോയിന്റിന് ഇൻവിറ്റേഷൻ കിട്ടിക്കൊണ്ടിരുന്ന നഴ്സസിനെ പോലും 80 പോയിന്റിനാണ് അവർ ഈ വർഷം ഇൻവൈറ്റ് ചെയ്തത്. ദാറ്റ് ഷോസ് എ ലോട്ട് ഓഫ് ഡിഫറൻസസ്. അപ്പം 80 പോയിന്റ് ഫോർ എ നഴ്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഒക്കുപേഷനൊക്കെ ചിലപ്പോൾ അതിനധികം ഈ 189ലേക്ക് പോകാനുള്ള സാധ്യതകളാണ് പൊതുവെ കാണുന്നത്. അന്നത്തെ ഇൻവിറ്റേഷൻ റൗണ്ടിൽ ഈ നമ്മുടെ ട്രേഡ് ഒക്കുപേഷൻ ഒഴികെ ബാക്കി എല്ലാ ഒക്കുപേഷനും 80 പോയിന്റ് മുകളിലാണ് വിളിച്ചത്. ട്രേഡ് ഒക്കുപേഷൻസ് എല്ലാം തന്നെ 65 പോയിന്റിന് ഇൻവിറ്റേഷൻസ് വന്നിരുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ പെയിൻറ്റർ, ബ്രിക്ക് ലെയർ, നമ്മുടെ ആശാരി, മേശിരി, അങ്ങനെയുള്ള എല്ലാം തന്നെ 65 പോയിന്റിനാണ് വന്നത്. പക്ഷെ നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ നിന്ന് അത്തരത്തിലുള്ള ജോലിക്കാർക്ക് ക്വാളിഫിക്കേഷനും ഇംഗ്ലീഷ് ലാംഗ്വേജും പ്രാവീണ്യം നേടി ഇവിടേക്ക് വരാനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ഉണ്ട്, പക്ഷെ പൊതുവെ കുറവാണ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ഇടയ്ക്ക് തന്നെ ചോദിക്കാം. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു PG ഒക്കെ ഉള്ള
ഒരു 25 അതെ. 32 ഇടയ്ക്ക് പ്രായമുള്ള ഒരു പെയിന്ററോ ഒക്കെ ആണെങ്കിൽ ഒത്തിരി സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്, പിന്നെ അല്ലെ? തീർച്ചയായിട്ടും ഓക്കെ. ഞാൻ എനിക്ക് തോന്നുന്നു സാറിന്റെ വീഡിയോ തന്നെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. നമ്മുടെ ഇടയ്ക്ക് ഞാൻ പറയാറുള്ള കേസ്, നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ പെൺകുട്ടികൾക്ക് അലയൻസ് നോക്കുമ്പോൾ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെയാണ് നോക്കുന്നത്. ഓസ്ട്രേലിയയിൽ അലയൻസ് നോക്കുമ്പം ട്രേഡികളാണ് ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം അതൊരു സർജനേക്കാളും കൂടുതൽ സാലറി മേടിക്കുന്ന ഒരു പ്രൊഫഷനാണ്. ഇപ്പൊ ഇവിടെ ട്രേഡിയാണ്, പെയിന്റർ ഒക്കെ ആണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാനും ഏറ്റവും കൂടുതൽ സെറ്റിൽ ആവാനും സാധ്യതയുള്ള ഒക്കുപേഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ. അതേപോലെ തന്നെ നമ്മളുടെ ഈ ലാംഗ്വേജ് ടെസ്റ്റ്, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റുകളിൽ എന്തൊക്കെയോ ചേഞ്ച് വന്നതായിട്ട് മനസ്സിലാകുന്നു. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. നമുക്ക് മെയിനായിട്ടൊരു ഒരു ക്രൂഷ്യൽ ആയിട്ടൊരു ചേഞ്ച് വന്നത് ഈ PTE, പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട്, IELTS-ന് ബദലായോ അല്ലെങ്കിൽ IELTS-ന് ശേഷം ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ ഒരു ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പോൾ ഇതിൽ വ്യത്യാസം, PTE AI മോണിറ്റേർഡ് ആയിരുന്നു. ലൈക്ക് അതിന് ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഇന്ററാക്ഷൻ ഒരു എക്സാം. ഇല്ലാതെയായിരുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പാറ്റേൺ നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും ട്രെയിനിങ് ചെയ്തിട്ട് 90 ഔട്ട് ഓഫ് 90 തന്നെ മേടിക്കുന്ന ഒരു ഒത്തിരി പ്രവണതകൾ വന്നു. അപ്പം അത് മൊത്തത്തിൽ ഒന്ന് ടൈറ്റ് ആക്കി. ഇപ്പൊ ഇംഗ്ലീഷ് സ്കോർ വളരെ ഈസിയായി, PT വളരെ പെട്ടെന്ന് എല്ലാവരും സ്കോർ ചെയ്യാൻ തുടങ്ങിയപ്പം ഈ വർഷം മുതൽ PTയിൽ അവർ ഒരു കാര്യമായ ചേഞ്ചസ് ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു 7-ാം തീയതി മുതലാണ് അത് നിലവിൽ വന്നത്, കഴിഞ്ഞ മുതൽ. അപ്പം സെപ്റ്റംബർ 7th. ഇല്ല, 7th ഓഗസ്റ്റ്, 7th ഓ, ഓഗസ്റ്റ് 7th ഓഗസ്റ്റ്. ഓക്കെ, റൈറ്റ്, റൈറ്റ്. ഓക്കെ. 7th ഓഗസ്റ്റ്. അപ്പൊ PTയുടെ അപ്പം അല്പം കൂടെ ടഫ് ആക്കി, അല്ലേ? പഴയ സ്കോർ ഉള്ളവർക്ക് അത് സ്റ്റിൽ യൂസ് ചെയ്യാം. പക്ഷേ ഓക്കെ. 7-ാം തീയതി മുതൽ, ഈ 7th ഓഗസ്റ്റ് മുതൽ എഴുതുന്നവർക്ക് പുതിയ സ്കോറാണ് ആപ്ലിക്കബിൾ ആവുന്നത്. അത് ഓക്കെ. ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ എല്ലാ വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അവർ കുറച്ച് ടഫ് ആക്കി ചില കാര്യങ്ങൾ, സ്പീക്കിംഗ് ഒക്കെ വളരെ ഹൈ മാർക്കിലേക്ക് കൊണ്ടുപോകേണ്ട വന്നു ഇക്വലൻസിക്ക് കിട്ടാൻ. പക്ഷെ അതുപോലെ തന്നെ 3 പുതിയ എക്സാമൂടെ അവർ ആഡ് ചെയ്തു. ലൈക്ക് IELTS PT പോലെ തന്നെ, പണ്ട് ടൗഫിൽ OET ഒക്കെ ഉള്ള പോലെ ഇത് ലാംഗ്വേജ് സെർട്ട് അക്കാഡമിക്, പിന്നെ സെൽഫ് CLPIP ആൻഡ് മിഷിഗൻ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഞാനത് പൊതുവെ കേൾക്കാത്ത ഇതാണ്, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 എക്സാംസ് ആണ്. അപ്പോൾ അതിന് സെൻറ്റേഴ്സ് ഒക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതും തീരുമാനമായിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു 9 ഇംഗ്ലീഷ് എക്സാം ഓസ്ട്രേലിയക്ക് അക്സെപ്റ്റഡ് ആവും. അപ്പോൾ ഈ മുമ്പേ പറഞ്ഞ പോലെ പോയിന്റ് സ്കോർ ചെയ്യാൻ ഇതിലേതെങ്കിലും ഒരു എക്സാംസ് ക്ലിയർ ചെയ്താൽ മാത്രമേ മതിയാവും. ഓക്കെ. ഇനി ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മിനിമം സാലറി, അല്ലെ, അതിലൊക്കെ എന്തോ ചേഞ്ച് വന്നു എന്ന് കേൾക്കുന്നു. അതിന്റെ ഒന്ന് ആ പറയാമായിരിക്കും? തീർച്ചയായിട്ടും. ഈ എംപ്ലോയർ സ്പോൺസർഷിപ്പ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു നിയമമുണ്ട്. ഒരു മിനിമം സാലറി ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അതിനായിട്ട് എല്ലാ വർഷവും അത് പുതുക്കും. അപ്പോൾ ഈ വർഷം ഈ ജൂലൈയിലാണ് അതെല്ലാം ചേഞ്ച് വരുന്നത്. 4% അധികം കൂട്ടി ഏകദേശം 76,000 പരം ഡോളറാക്കി മിനിമം. അതായത് എന്ത് ജോലിക്ക് ഇവിടെ ഒരാളെ മിനിമം വേതനത്തിനായിട്ട് ഓസ്ട്രേലിയയിൽ ഒരു എംപ്ലോയർ എടുത്താലും $76,000, ഏകദേശം 40 ലക്ഷം രൂപയോളം വരും, അത് മിനിമം വേതനം കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അത് ഇൻക്രീസ് ചെയ്തു. അതാണ് ഒരു മെയിൻ ആയിട്ടൊരു ഒരു വേതനത്തിലൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പം അത് ബേസിക്കലി അത് നമ്മൾക്ക് ഗുണമാണ്. പക്ഷേ പല ചെറിയ ചെറിയ ഒക്കുപേഷൻസും ഇവിടുത്തെ എംപ്ലോയീസ് സ്ട്രഗിൾ ചെയ്യും. കാരണം സാധാരണ അത്രത്തോളം ശമ്പളം ഇല്ലാത്ത ഒക്കുപേഷൻ ആണെങ്കിൽ കൂടി വെളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ കോർ സ്കിൽ ഇൻകം ത്രഷോൾഡ് എന്ന് പറയും നമ്മളിവിടെ, ആ ത്രഷോൾഡ് അത്രയും കൂട്ടിയത് കൊണ്ട് പൊതുവേ ആൾക്കാർക്ക്, എംപ്ലോയീസിന് ഒരു താല്പര്യക്കുറവുണ്ട്. ഇപ്പോൾ ലോക്കലി കുറച്ച് കൊടുത്താൽ മതി, പിന്നെ എന്തിനാണ് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു താല്പര്യക്കുറവും അതിൻ്റെ പ്രകാരം ഉണ്ടായിട്ടുണ്ട്. ഈ ആളുകൾ പലപ്പോഴും എന്നെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ഒക്കെ താല്പര്യപ്പെടുന്നു, ഏതായിരിക്കും അതിന് പറ്റുന്ന ഒരു ഏജൻസി നാട്ടിലുള്ളത് എന്ന്. പലപ്പോഴും ഞാൻ അസറ്റ് മൈഗ്രേഷനൊക്കെയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. എന്തുകൊണ്ട് അസറ്റ് മൈഗ്രേഷൻ കൺസിഡർ ചെയ്യണം? കേരളത്തിലൊക്കെ ഒത്തിരി മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ബട്ട് വൈ അസറ്റ്? എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റികൾ ഒന്ന് സൂചിപ്പിക്കാനായിട്ടുണ്ടോ? ഈ കേരളത്തിൽ സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അക്രഡിറ്റഡ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു 7 പേരോ 8 പേരോ കണ്ടേ ഉള്ളൂ കേരളത്തിൽ ഓഫീസസ് ആയിട്ട്. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ എന്തായാലും 4 പേരോ 3 പേരോ മാക്സിമം, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഒന്നെങ്കിൽ മാര എന്ന് പറഞ്ഞാൽ ഞങ്ങളും ഇമിഗ്രേഷൻ ലോ പഠിച്ചിട്ടാണ് ഈ ലൈസൻസ് നമുക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ റെഗുലേറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനിൽ പോയി നമ്മുടെ പേരടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരും എൻ്റെ രജിസ്ട്രേഷനും നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുക്കും. കാരണം എന്തുകൊണ്ടാണ് നമ്മളെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പം അസറ്റ് ആവണമെന്നില്ല, ഏതെങ്കിലും രജിസ്ട്രേർഡ്, നിങ്ങൾ ഓസ്ട്രേലിയക്ക് നോക്കുമ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് രജിസ്ട്രേർഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഫേം വഴി മാത്രം ശ്രമിക്കുക.
അസറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനറലി പറയുന്നത് സൗത്ത് ഇന്ത്യൻ ഇവിടുത്തെ ഓസ്ട്രേലിയയിലുള്ള ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യൻ ഇമിഗ്രേഷൻ ഫേമാണ്. ലോയേഴ്സ് ഉൾപ്പെടെ നമ്മൾ 9 മൈഗ്രേഷൻ ആൾക്കാർ ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ 4 പേരോളം മലയാളികളാണ്. നമുക്ക് ഓഫീസസ് അക്രോസ് ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിസ ഔട്ട്കം ഉള്ള ഒരു ഏജൻസി ആയതുകൊണ്ട് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യും നമ്മളെ തന്നെ സെലക്ട് ചെയ്യാൻ. അങ്ങനെ എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ടില് ബ്രിസ്ബെയിൻ, മെൽബൺ, പെർത്ത്, ഡാർവിൻ എന്ന് കാണാം. ഇവിടെ ആയിരിക്കും ഓസ്ട്രേലിയയിലെ ഓഫീസുകൾ അല്ലേ? ഓസ്ട്രേലിയയിൽ ഇവിടെ 4 ഓഫീസസ് ഓക്കെ. ഉണ്ട്. കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് അതൊക്കെ ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കാമോ? കേരളത്തിൽ നമുക്ക് മെയിൻ ഓഫീസ് കൊച്ചിയാണ്, പിന്നെ ട്രിവാൻഡ്രം, കോഴിക്കോടുമാണുള്ളത്, പിന്നെ കോയമ്പത്തൂറും ഹരിയാന, ഈ അഡീഷണൽ ആയിട്ട് ഓഫീസസ് ഓക്കെ. നമുക്കുണ്ട്. മിഡിൽ ഈസ്റ്റില് ദുബായിലും ഉണ്ട് അല്ലേ? ദുബായ്, യെസ്, ഓക്കെ. ഓക്കെ. ദുബായ്. അപ്പൊ നമ്മളുടെ ഒരു ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മാര ഏജൻസ്, ഇമിഗ്രേഷൻ ലോയേഴ്സ് ഒക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ? ഓക്കെ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പം മാത്യൂസ് പറയുന്നത് ഓരോ വർഷം വരുന്നോറും ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? യാ എത്രയും പെട്ടെന്ന് നല്ല പോയിന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ എല്ലാവരോടും ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഈ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ഞങ്ങളെ പോലുള്ളവർ, നമ്മൾ ഈസ് എ പ്രൈവറ്റ് ബിസിനസ്, അപ്പം നമ്മളിത് മാക്സിമം സെല് ചെയ്യാൻ ശ്രമിക്കും. ബട്ട് എല്ലാവരും അവരുടേതായ ഒരു റിസർച്ച് കൂടെ ചെയ്യണം. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും 100% വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയം ആയതുകൊണ്ടും ഈ പലപ്പോഴും ഈ ഞാൻ പറഞ്ഞ 65 പോയിന്റ് വെച്ചിട്ട് പലരുടെയും പണം നഷ്ടപ്പെട്ടവരെ നമുക്ക് സ്ഥിരമായിട്ട് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ നടക്കില്ല എന്ന് പറയുമ്പോൾ പല ഏജൻസികളിലും പോയി പൈസ കളഞ്ഞത് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പം നമുക്കത് വിഷമം തോന്നും. ഫോർ എക്സാമ്പിൾ, ഒരു അക്കൗണ്ടന്റിൻ്റെ ഒക്കെ 65 പോയിന്റ് ഇൻവിറ്റേഷൻ വന്ന ഒരു ചരിത്രം പോലും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് പോലും അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്നൊക്കെ 65 പോയിന്റിൽ പൈസ മേടിച്ചു വെച്ചിട്ട് അവർക്ക് വിസ കിട്ടുമെന്ന് പറയുന്ന ഒത്തിരി ഏജൻസികൾ നാട്ടിലും ദുബായിലും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ചില ഒക്കുപേഷൻസ് നമുക്ക് പ്രയാസമാണ് ഈ 65 പോയിന്റ് കിട്ടാൻ. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ട്രേഡുകളെല്ലാം 65 കിട്ടുകയും ചെയ്തു. അപ്പം നമ്മുടെ ഈ ഒക്കുപേഷനിൽ ഈ ഇൻവിറ്റേഷൻ റൗണ്ടിൽ നമ്മുടെ ഏതൊക്കെ പോയിന്റ് ഏതൊക്കെ ഒക്കുപേഷനാണ് വരുന്നത് എന്നുള്ളത് ഓസ്ട്രേലിയയിൽ ഗൂഗിൾ അടിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പം 189 ലാസ്റ്റ് ഇൻവിറ്റേഷൻ റൗണ്ട് പോയിന്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പറഞ്ഞ നേഴ്സസ് എല്ലാം തന്നെ 85 പോയിന്റിലാണ് മെയിനായിട്ട് പോയേക്കുന്നത്. പക്ഷേ ഇതിലൊരു വ്യത്യാസം എനിക്ക് കാണാൻ സാധിക്കുന്നത്, കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ പ്രൊഫഷനെ വിളിച്ച സ്ഥലത്ത് ഈ വർഷം അങ്ങനെ ഹെൽത്ത് കെയറിൽ നിന്ന് മാറി കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് ഇൻഡസ്ട്രി, പിന്നെ എക്കണോമിക്സ്, അങ്ങനെ കുറേ ഏരിയയിലേക്ക്, അഗ്രികൾച്ചറൽ സയൻസ്, അങ്ങനെ കുറേയധികം വളരെ വെറൈറ്റീസ് ആയിട്ടുള്ള ഒക്കുപേഷൻസ് വരാൻ ഇൻവിറ്റേഷൻ വന്നു. ഒരു മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞ പൊസിഷൻ ഓസ്ട്രേലിയയിലുണ്ട്, 90 പോയിന്റിന് ഇൻവിറ്റേഷൻ വന്നു. അങ്ങനെ പല രീതിയിലുള്ള ഓക്കുപേഷൻസും വന്നു. ഡോക്ടേഴ്സിനാണെങ്കിൽ പോലും 80 മുതൽ 100 പോയിന്റ്സിലാണ് ഇൻവിറ്റേഷൻ വന്നത്. അപ്പം സോണോഗ്രാഫർ, യൂണിവേഴ്സിറ്റി ലെക്ചറർ 80 പോയിന്റിന് വന്ന ഒരു ഓക്കുപേഷൻ, 85. യൂറോളജിസ്റ്റ്, അങ്ങനെ എല്ലാം. ഒരു സുവോളജിസ്റ്റ് 90 പോയിന്റ്സ്. അപ്പം പല തരത്തിലുള്ള, ഞാൻ പറയുന്ന 400 തരത്തിലുള്ള ഒക്കുപേഷനിൽ നിന്നും വെറൈറ്റീസ് ആയിട്ടുള്ള ഒക്കുപേഷൻസ് ഏറ്റവും കൂടുതൽ ഇൻവിറ്റേഷൻസ് വന്ന ഒരു റൗണ്ട് കൂടാണ്. പക്ഷേ പോയിന്റ് വളരെയധികം ഇൻക്രീസ് ആയി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഫ്ലോർ ടൈലർ, പിന്നെ സ്റ്റോൺ മേസൺ, അങ്ങനെയുള്ള ഒക്കുപേഷനൊക്കെയാണ് 65 പോയിന്റിൽ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനി നഴ്സസിനൊക്കെ ഇനി ഒരു 80 താഴേക്ക് ഒരു ഇൻവിറ്റേഷൻ 189 റൗണ്ട്സിന് ഈ വർഷം സാധിക്കുമെന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണ് അത് ക്ലിയർ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞ നമ്പറിൽ നിന്ന് നമുക്ക് 16,900 നമ്പറാണ് 189 ഒരു വർഷം അലോക്കേറ്റ് ചെയ്തത്. അതിൽ കഴിഞ്ഞ റൗണ്ടിൽ തന്നെ 7,037 പേരെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഇനി ബേസിക്കലി ഒരു 9,900 സംതിങ് ഇൻവിറ്റേഷൻ ആണ്, ലൈക്ക് ലെസ് ദാൻ 10,000 ആണ് ഇനി നമുക്ക് അവൈലബിൾ ഉള്ളൂ ഈ ഒരു വർഷത്തേക്ക് മൊത്തം. അപ്പം ആ ഒരു 189 ആണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന വിഷയം. അപ്പോൾ ഇത്രയും നമ്പർ കുറയുന്നത് കൊണ്ട് തന്നെ, ഓൾറെഡി വിളിക്കുന്നത് കൊണ്ടും, ഇനി എൻ്റെ എക്സ്പെക്ടേഷനിൽ ഇനിയും ഇതിൽ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത മാത്രമാണ് ഞാൻ കാണുന്നത് തൽക്കാലം ഈ 189. ഇതിൽ സ്റ്റേറ്റിന്റെ പോയിന്റ് ഒന്നും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ സ്റ്റേറ്റിന് ഒരു 33,000 നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ സ്റ്റേറ്റ് പലപ്പോഴും പോയിന്റ് നോക്കില്ല. സ്റ്റേറ്റിന് അതിനേക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ്, അവിടുത്തെ കമ്മിറ്റ്മെന്റ്, പല ഫാക്ടേഴ്സാണ് പല സ്റ്റേറ്റും ടെറിട്ടറീസും നോക്കുന്നത്. അപ്പം ഈ 65 പോയിന്റുള്ള ചില ആൾക്കാരൊക്കെ സ്റ്റേറ്റിൽ കയറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാർമസിസ്റ്റ്, പല സ്റ്റേറ്റിനും ഫാർമസിസ്റ്റ് എക്സസ് ആണ്, പക്ഷെ ചില സ്റ്റേറ്റിന് ഫാർമസിസ്റ്റ് ഷോർട്ടേജ് ആണ്. അപ്പോൾ അവർ ചിലപ്പം പോയിന്റ് നോക്കാതെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ഇൻവിറ്റേഷൻ എടുക്കും. ഓക്കെ. IT പ്രൊഫഷണൽസിന്റെ സാധ്യതയും കൂടെ ഒന്ന് സൂചിപ്പിക്കാം.
IT പൊതുവെ ടഫായ ഒരു ഇയർ ആയിരുന്നു ലാസ്റ്റ് 2 ഇയേഴ്സ്. കാരണം എൻ്റെ എക്സ്പെക്ടേഷൻ, ഞങ്ങളുടെ ക്ലയൻസ് ഉൾപ്പെടെ IT ഒരു വലിയ രീതിയിലൊരു ഇൻവിറ്റേഷൻ നടന്നിട്ടില്ല. ന്യൂ സൗത്ത് വെയിൽസും വിക്ടോറിയക്ക് ഇൻവിറ്റേഷൻ കൊടുത്തുവെങ്കിലും അതെപ്പോഴും ഈ 80-85 പോയിന്റിലാണ് കഴിഞ്ഞ വർഷം. എന്നിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇൻവിറ്റേഷൻ വന്നത്. പക്ഷേ ഈ വർഷത്തെ 189ൻ്റെ ഫസ്റ്റ് റൗണ്ടിലും IT ഉൾപ്പെട്ടിട്ടില്ല. അപ്പം ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ഈ IT ഇൻവിറ്റേഷൻ പ്രോബബ്ലി ഗോയിങ് ടു ബി ബേസ്ഡ് ഓൺ സ്റ്റേറ്റ് പ്രോഗ്രാമിലായിരിക്കും കൂടുതലായിട്ട് വരാനുള്ള സാധ്യത. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു വലിയ ഒരു IT-യുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ഇതുവരെ ഒരു റൗണ്ട്സിലും കാണാത്തത് കൊണ്ട് എല്ലാവരും, ഒത്തിരി അധികം ആൾക്കാർ ഈ ഓസ്ട്രേലിയയിലും IT പഠിച്ചവരുണ്ട്, അവർക്കൊന്നും ഇൻവിറ്റേഷൻ കിട്ടാതെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇതിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു പ്രഡിക്ഷൻ എന്ന പോലെ ഒരു കാര്യം കൂടെ പറയാം. ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയയിലുള്ള സ്റ്റുഡൻസ് തന്നെയായിരിക്കും. കാരണം ഈ 189 ഇങ്ങനെ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒക്കുപ്പേഷൻ അല്ലാതെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒക്കുപ്പേഷൻ സ്കാറ്റർ ചെയ്ത് അവർ ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോൾ ഈ ഓസ്ട്രേലിയയിൽ പഠിച്ച IT, സൈബർ സെക്യൂരിറ്റി, IT, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവർക്ക് ഇൻവിറ്റേഷനുള്ള സാധ്യത പൊതുവെ കുറയും. കാരണം ഒരു വലിയൊരു നമ്പർ അവർക്ക് കൊടുക്കില്ല. പക്ഷേ സ്റ്റേറ്റിനെ നോക്കുമ്പം അവർ പോയിന്റിനേക്കാളും കൂടുതൽ അവർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള സ്റ്റുഡൻസിന് പലപ്പോഴും അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരിക്കും. ഞങ്ങളുടെ ഒരു എക്സ്പെക്ടേഷനിൽ ബൈ 2027 40% മലയാളി സ്റ്റുഡൻസ് പോലും ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരും അവർക്കൊരു എംപ്ലോയറെ കിട്ടിയില്ലെങ്കിൽ. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഓക്കെ, റൈറ്റ്. ഓക്കെ. അപ്പം മാത്യൂസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഒബ്സർവേഷൻസ് ഒക്കെയാണ് സൂചിപ്പിച്ചത്. ഈ നേഴ്സിംഗ് അല്ലെ ഹെൽത്ത് കെയറിനേക്കാളൊക്കെ ഇനി ഒരുപക്ഷെ കൂടുതൽ അവസരങ്ങൾ വിട്ടുക ഒരു പെയിന്ററോ അല്ലെ ഒരു കൺസ്ട്രക്ഷൻ വർക്കറോ ഒക്കെ ആയിരിക്കും, പ്രൊവൈഡഡ് അവർക്ക് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഏതായാലും മാത്യൂസ്, താങ്ക് യു ഫോർ യുവർ ടൈം. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തത്. വീണ്ടും നമുക്ക് ഭാവിയിൽ പുതിയ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ മറ്റേ വീഡിയോകളുമായിട്ട് വരാം. എനിവേ, താങ്ക് യു. ഓക്കെ. അപ്പം മാത്യൂസ് സൂചിപ്പിച്ച ഒരു കാര്യം, ഓരോ വർഷം കൂടുന്നതും ടഫർ ആയിട്ട് വരികയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഓസ്ട്രേലിയൻ താല്പര്യങ്ങളുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ ഈ അസറ്റ് മൈഗ്രേഷൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലൊക്കെ നൽകിയേക്കാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കും കൂടി നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ നിങ്ങളെ വിളിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻ തരാമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇവരെ പോലെയുള്ള ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള, ഒതന്റിക് ആയിട്ടുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ ഇത്രയും നേരം കേട്ടിരുന്നതിൽ നിങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ നല്ലൊരു കരിയർ കെട്ടിപ്പടുത്തുവാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.